അന്തരിച്ച സംവിധായകൻ എം മോഹൻ്റെ സംസ്കാരം കൊച്ചി രവിപുരം ശ്മശാനത്തിൽ പൂർത്തിയായി. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. പനമ്പള്ളി നഗറിലെ വീട്ടിൽ സംവിധായകരായ സത്യനന്ദിക്കാട, സിബി മലയിൽ, ബി ഉണ്ണികൃഷ്ണൻ, രഞ്ജി പണിക്കർ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. 80കളിൽ മലയാള സിനിമയെ നവഭാവുകത്വത്തിലേക്ക് വഴികാട്ടിയ സംവിധായകരിൽ പ്രധാനിയായിരുന്നു മോഹൻ. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു അന്ത്യം. വളരെയധികം വികാരതീക്ഷ്ണമായിട്ട് ഉള്ള മനുഷ്യ സന്ദർഭങ്ങളെ വളരെ റിയലിസ്റ്റിക്കായിട്ട് അദ്ദേഹം സിനിമകളിൽ പകർത്തി. വിശിഷ്യ പത്മരാജൻ, മോഹൻ കൂട്ടുകെട്ടുകളിലെ സിനിമ നമുക്കെപ്പോഴും ഓർക്കാവുന്ന ആളാണ്. അതിലുപരി അദ്ദേഹം നല്ലൊരു സിനിമ ആസ്വാദകനാണ്. എപ്പോഴും നല്ല സിനിമയ്ക്കൊത്ത് സഞ്ചരിച്ചിരുന്ന ആളായിരുന്നു. ഏത് സിനിമാ പ്രദർശനം ഉണ്ടെങ്കിലും വരികയും കാണുകയും ഏറ്റവും പുതിയ തലമുറയിലെ സംവിധായകരോടും എഴുത്തുകാരോടും ബന്ധം വയ്ക്കുകയും അവരുടെ സിനിമകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. ഒരു സൗമ്യദീപ്തമായ സാന്നിധ്യമായിരുന്നു മോഹൻ സാർ. മലയാളിയുടെ ഒരു ചലച്ചിത്രാസ്വാദന ശീലത്തെ കീഴ്മേൽ മറിച്ച സിനിമകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. ആ കാലത്ത് ഒരു മെയിൻ സ്ട്രീം സിനിമയ്ക്ക് സമാന്തരമായി പുതിയൊരു ധാര ഉണ്ടായി വരുന്ന കാലമാണ്. അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, അതുപോലെ തന്നെ കെ പി കുമാരൻ, അങ്ങനെയുള്ള ആളുകളിലൂടെ വേറൊരു തരത്തിലുള്ള സിനിമ മലയാളിക്ക് രുചിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നു. സമാന്തരമായി തന്നെ ഭരതൻ, പത്മരാജൻ, മോഹൻ സാർ, KG ജോർജ്, അങ്ങനെയുള്ള ഈ സമാന്തര സിനിമയോട് ചേർന്ന് നിൽക്കുകയും അതേസമയം തന്നെ മുഖ്യധാര പ്രേക്ഷകരെ ആകർഷിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള, അതേസമയം മലയാളിയുടെ സിനിമ ആസ്വാദന ശീലത്തെ പുതിയ പരീക്ഷണങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന എഴുത്തുകാരുടെയും സംവിധായകരുടെയും ഒരു കാലമുണ്ടായി. ആ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകരിൽ ഒരാളായിരുന്നു മോഹൻ സാർ.